വില എന്താണ്? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് അവർ ഡിസൈപ്പിൾഷിപ്പ്? ചിലർ തങ്ങളുടെ ജീവിതം കൊണ്ടും ചിലർ തങ്ങളുടെ ജീവൻ നൽകിയും ഈ ശിഷ്യത്വം പ്രാപിച്ചവരാണ്. ജീവിതം കൊണ്ട് കർത്തൃശിഷ്യത്വത്തെ പൂരിപ്പിച്ചവരെ സഭയുടെ പാരമ്പര്യത്തിൽ വൈറ്റ് മാർട്ടേഴ്സ് എന്ന് പറയാറുണ്ട്. എന്നാൽ ജീവൻ നൽകി, രക്തം നൽകി ഈ ശിഷ്യത്വത്തിലേക്ക് നടന്നെടുത്തവരെ നാം റെഡ് മാർട്ടേഴ്സ്, രക്തസാക്ഷികൾ എന്നാണ് വിളിക്കുക. പരിശുദ്ധനായ ഗീവർഗീസ് കഥയുടെ ഈ പെരുന്നാളിൽ അദ്ദേഹം തൻ്റെ ശിഷ്യത്വത്തിന് നൽകിയ വില അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നു, അദ്ദേഹത്തിൻ്റെ രക്തമായിരുന്നു. നാം ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ, ക്രിസ്തു ശിഷ്യത്വം, ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പറയുന്നത് പ്രോസ്പെരിറ്റിയുമായിട്ടും പ്രത്യേകിച്ചും എൻ്റർടൈൻമെൻറ്റുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ ആവശ്യമുള്ളത് ആർജിക്കുവാനായിട്ടാണ്, നൽകുവാനല്ല. ഇന്നത്തെ ക്രിസ്തീയത എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ സംതൃപ്തി നൽകുന്ന എൻ്റർടൈൻമെൻറ്റുകളാണ്. അതിന് അങ്ങേപ്പുറത്തേക്കൊന്നും ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും ക്രിസ്തു ശിഷ്യത്വത്തെക്കുറിച്ചുമൊന്നും അധികമാരും ആലോചിക്കാറും ഇല്ല. എന്നാൽ ഈ സഭ യേശുതമ്പുരാൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്മേലും അതിനോട് ചേർന്ന് പിതാക്കന്മാർ, സഹദാമാർ, വിശുദ്ധകൾ നൽകിയ ജീവിതത്തിലും ജീവനിലും കെട്ടിപ്പടുത്ത ഈ സഭയിൽ അതിൻ്റെ മക്കൾ അത് വിസ്മരിക്കുന്നത് വളരെ ദുഃഖകരമാണ്. ഒരു സഹദാ ജീവിതം എന്ന് പറയാം. ഈ പെരുന്നാൾ എൻ്റർടൈൻമെൻ്റ് അല്ല. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ സംസാരിക്കുവാനായിട്ട് ശ്രമിച്ചത് അതിന് എതിരെയാണ്. നമ്മെ എൻ്റർടൈൻ ചെയ്യുന്ന, നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളുമൊക്കെ അവസാനിപ്പിച്ച് പെരുന്നാൾ അവസാനിക്കുമ്പോൾ എന്തിനു വേണ്ടി ഈ പെരുന്നാൾ ആഘോഷിക്കുന്നുവോ അതിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് വളരെയധികം നാം ദൂരെയായി പോകും. ആരാണ് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർ? ആർക്കാണ് യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഒരു മനസ്സുണ്ടാകുന്നവർ? അതിലൊക്കെ വളരെ താഴത്തെ ഒരു നിലയിൽ, ഒരു ലെവലിൽ നാം നമ്മുടെ ക്രൈസ്തവ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പട്ടാളക്കാരൻ വിശുദ്ധനായി തീർന്നതിൻ്റെ ഒരു ചരിത്രമാണ് സഹദായുടെ. അപ്പൊ ഒരു ക്രിസ്തു ശിഷ്യത്വം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ആർക്കും കുറ്റം പറയാൻ സാധിക്കാത്ത അത്ര വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച ഒരു ചെറുപ്പക്കാരൻ. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വളരെ പ്രധാനമായ, മർമ്മപ്രധാനമായ ഒരു ലക്ഷണം അതാണ്. ക്രിസ്ത്യാനി എപ്പോഴും വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യേണ്ടവരാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തൻ്റെ ലേഖനങ്ങളിലെ അഭിസംബോധനകളിലെല്ലാം തന്നെ മാമോദീസ ഏറ്റ എല്ലാവരെയും വിശുദ്ധർ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സ്ഥാനമല്ല, പിന്നെയോ ഒരു റാഡിക്കൽ കമ്മിറ്റ്മെന്റ് ആണ്, ഒരു സമ്പൂർണമായ പ്രതിബദ്ധതയാണ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത്. അത് വിശുദ്ധിയിൽ കെട്ടിപ്പടുക്കുന്നതാണ്. നമ്മെ അത്ഭുതപ്പെടുത്തും. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേക പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ വിശുദ്ധനാകാൻ സാധിക്കുമോ? ഇവിടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ ആരാധനാ സമൂഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്
പട്ടിണിയുടെ പ്രതിസന്ധിയല്ല, ദാരിദ്ര്യത്തിന്റെ പ്രതിസന്ധി ഒന്നുമല്ലെന്ന് ഞാൻ പറയും. പ്രത്യേകിച്ചും ഒരു ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് വിളി ലഭിച്ചവർക്ക് അതിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള പ്രതിസന്ധി തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നാം ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ നടത്തി അവസാനിപ്പിക്കുകയാണ്. ഒരു ക്രിസ്തു ശിഷ്യ എന്നുള്ള നിലയിലുള്ള ജീവിതത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച്, ആ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെ കുറിച്ച്, അതിനു വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് ഒക്കെ നാം ധ്യാനിക്കേണ്ട, പഠിക്കേണ്ട ദിനങ്ങളാണ് സഹദായുടെ പെരുന്നാളിൻ്റെ ദിനങ്ങൾ എന്ന് ഞാൻ പറയും. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വല്ലാതെ നമ്മെ അശുദ്ധരാക്കുന്നുണ്ട്. വല്ലാതെ ചില കാര്യങ്ങളോടൊക്കെ നോ പറയാതെ നമുക്ക് വിശുദ്ധരാകാൻ കഴിയില്ല. ചില കാഴ്ചകളോട്, ചില രുചികളോട്, ചില കേൾവികളോട്, ചില ബന്ധങ്ങളോട് നോ പറയുവാനായിട്ടുള്ളൊരു ധൈര്യമുണ്ടാകണം. എല്ലാം എൻ്റർടൈൻ ചെയ്ത് ഒരു ക്രിസ്തു ശിഷ്യയായി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പെരുന്നാൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിബദ്ധതയിലേക്കാണ്. അങ്ങനെ ജീവിച്ച ഒരാൾക്ക് ക്രിസ്തു ആരാണെന്നും അവൻ നമുക്ക് നൽകിയത് എന്താണ് എന്നും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അതിനുവേണ്ടി മരിക്കുവാൻ തയ്യാറായത്. നമുക്ക് ഈ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് പ്രശ്നം. ഇതുവരെ നമ്മൾ കൺവിൻസ്ഡ് ആയിട്ടില്ല. യേശു ആരാണ്, ക്രിസ്തു ആരാണ്, അവൻ നമുക്ക് വേണ്ടി എന്താണ് നൽകിയത്, തൻ്റെ ജീവനെ നൽകി നമുക്ക് നിത്യജീവൻ നൽകിയെന്നൊക്കെ നാം എപ്പോഴെങ്കിലും ധ്യാനിക്കാറുണ്ട്. വിശുദ്ധരായി ജീവിക്കുന്നവരുടെയൊക്കെ ആ ധ്യാനമാണ് എല്ലാ സഹദാന്മാർക്കും അതിനുവേണ്ടി ജീവൻ നൽകുവാനായിട്ടൊക്കെ അവരെ പ്രേരിപ്പിച്ചത്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ചരിത്രം വായിച്ചാൽ അറിയാം. ഏതാണ്ട് 7 വർഷക്കാലമാണ് പലതരത്തിലുള്ള പീഡകളിലൂടെ കടന്നുപോയത്. അത് ചക്രത്തിന്മേൽ നടത്തിയതും, അതുപോലെ തന്നെ ചുട്ടുപഴുത്ത ഇരുമ്പ് പാളിയിൽ കിടത്തിയതും, തലകീഴായി കെട്ടിത്തൂക്കിയതും ഒക്കെ എന്തിനു വേണ്ടിയാണ്? ഈ വിശ്വാസം ത്യജിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ 23 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന് ബോധ്യപ്പെട്ടു, ജീവൻ കൊടുത്താലും ഇതാണ് ശരി എന്ന്. അവസാനമാണ് വാളുകൊണ്ട് അറുക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഈ പെരുന്നാൾ നമ്മെ ഇതൊക്കെ ധ്യാനിക്കുവാൻ കൂടെ പ്രേരിപ്പിക്കേണ്ടതാണ്. ഭൂരിഭാഗം ആളുകളും സഹദായുടെ പെരുന്നാൾ കോഴിയിറച്ചിയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പെരുന്നാൾ. അതൊക്കെ അതിൻ്റെ സെക്കൻഡറി പാർട്ടുകളാണ്. അതൊന്നും അല്ല പെരുന്നാൾ എന്ന് പറയുന്നത്. അത് വേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ എല്ലാ പെരുന്നാളുകളും ആഘോഷങ്ങൾ തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കണം, മരണദിനമാണ് ഈ ആഘോഷം നടക്കുന്നത് എന്നുള്ളത്. ബർത്ത്ഡേ അല്ല. ബർത്ത്ഡേ, ജന്മദിനം യേശു തമ്പുരാന്റെ ജന്മദിനം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മരണദിനങ്ങളാണ് പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. അത് കുറച്ച് ചടങ്ങുകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭക്ഷണത്തിൻ്റെയും മാത്രമല്ല, പിന്നെയോ ഈ ജീവിതത്തെ ധ്യാനിക്കുവാനും ഒരല്പമെങ്കിലും ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാനുമായിട്ടുള്ള ഒരു പരിശ്രമവും ആഗ്രഹവും ഒന്നും ഇല്ലാതെ ഈ പെരുന്നാൾ അവസാനിക്കുവാൻ പാടില്ല. സഹദായുടെ വിശുദ്ധ ജീവിതവും സഹദായുടെ ജീവൻ നൽകിയുള്ള ദൈവസ്നേഹവും ഒക്കെ നമുക്ക് പാഠമാകേണ്ടതാണ്. 2 വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, പറഞ്ഞതിൻ്റെ സമ്മറിയായിട്ട്. ഒന്ന്, ആരായിരുന്നു സഹദ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വിശുദ്ധനായിരുന്നു. ആരായിരുന്നു സഹദ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രതിബദ്ധതയായിരുന്നു സഹദ. പ്രതിബദ്ധത, ദൈവത്തോടുള്ള പ്രതിബദ്ധത, തീർച്ചയായും അത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയായി രൂപപ്പെടേണ്ടത് തന്നെയാണ്.
കാണപ്പെടാൻ കഴിയാത്ത ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവൻ കാണപ്പെടുന്ന സഹോദരനെ പകയ്ക്കുന്നുവെങ്കിൽ അവൻ കള്ളനാകുന്നു എന്ന് പരിശുദ്ധനായ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അതാണ് സഹദ പാമ്പിനെ കൊന്നതൊക്കെ. ഇങ്ങനെ ഒരു പാമ്പുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. കാരണം ആ പാമ്പിന്റെ രൂപം കണ്ടാൽ തന്നെ അറിയാം, അങ്ങനെ ഒരു ജീവി, ഒരു കുതിരയുടെ ശരീരവും പിന്നെ പാമ്പിന്റെ രീതിയും ഒരു വലിയ വാലുമൊക്കെയുള്ള, ഞാനതിനെ അത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യാളി എന്നതിനേക്കാൾ കൂടുതൽ ഒരു സമൂഹത്തെ ബാധിച്ചിരുന്ന ഒരു തിന്മയുടെ പ്രതീകമായി ഞാൻ കാണുകയാണ്. ഒരു പരിചയമില്ലാത്ത ഒരു നാട്ടിലൂടെ സഹദ യാത്ര ചെയ്തു പോയപ്പോൾ ആ നാടിന് മുഴുവൻ ഭീഷണി ഉയർത്തിയിരുന്ന ഈ വ്യാളിയെ കൊല്ലുവാൻ സഹദ അവിടെ ഇറങ്ങുകയും അവിടെ താമസിക്കുകയും അവരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പനോടും അമ്മയോടും പോലും വലിയ കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ചൊക്കെ ആരാണ് ചിന്തിക്കുക? നമ്മുടെ ശാന്തി സദനത്തിലെ റമ്പാച്ചൻ ഇവിടെ വന്ന് നമ്മുടെ കൂടെ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്. മക്കളൊന്നും ഇല്ലാത്തവരൊന്നും അല്ല ഭൂരിഭാഗം പേരും അവിടെ താമസിക്കുന്നവർ, മക്കളൊക്കെ ഉള്ളവരാണ്. ഒരു അപ്പനോടും അമ്മയോടും പോലും ഇല്ലാത്ത കമ്മിറ്റ്മെന്റ് പിന്നെ എങ്ങനെയാണ് ഒരു സമൂഹത്തോടുണ്ടാവുക? ഈ സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്കത് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ്. എന്നെ സ്പർശിക്കാത്ത ഒന്നിനോടും ഒരു കാര്യത്തോടും പ്രതികരിക്കാതെ സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ സാധിക്കും. അതാണോ ക്രിസ്തു ശിഷ്യത്വം എന്ന് പറയുന്നത്? നമുക്ക് ചുറ്റുമൊക്കെ കണ്ണു തുറന്ന് പിടിക്കണം, കാത് തുറന്ന് കേൾക്കണം. നമുക്ക് ചുറ്റുമൊക്കെ എത്രയധികം ആളുകളാണ് വേദന അനുഭവിക്കുന്നവർ, ദുഃഖിതർ. അവരെയൊക്കെ കാണാതെ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് എങ്ങനെയാണ്? അവരെയൊക്കെ കാണാതെ നമ്മുടെ ഒരു ക്രൈസ്തവ സഭാജീവിതം നയിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. വിശുദ്ധിയും പ്രതിബദ്ധതയും ഈ പെരുന്നാളിൻ്റെ സമ്മറിയാണ്. പ്രാർത്ഥിക്കണം, കർത്താവേ സഹദയെ പോലെ വിശുദ്ധി നൽകണമേ എന്നും, സഹദയെ പോലെ മറ്റുള്ളവരോടൊക്കെയുള്ളൊരു സ്നേഹവും കരുതലുമൊക്കെ ഉള്ളിലൊന്ന് വളർത്തണമേ എന്നുമൊക്കെ പ്രാർത്ഥിച്ചു വേണം ഈ പെരുന്നാൾ സമാപിപ്പിക്കുവാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം.